ശ്രീ സജി നന്ദിയാട്ട്, താങ്കൾ പറഞ്ഞു നേരത്തെയും ഉണ്ട് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പരാതികൾ എന്ന് പറയുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ പേര് മാധ്യമങ്ങൾക്ക് കിട്ടുകയും ചെയ്തു എന്നുള്ളതാണ് അവിടെ എത്തിയ മാധ്യമ പ്രവർത്തകർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇന്നലെ രാത്രിയിൽ ഒരു ഓൺലൈൻ ചാനലുണ്ട്, ആ ചാനൽ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ ഞങ്ങൾ ആ പരാതി ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിലുള്ള ഒരാൾ പറഞ്ഞു, അല്ലെങ്കിൽ അവിടെ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരിടത്ത് താൻ കോൺഫിഡൻഷ്യലായി കൊടുത്ത ഒരു പരാതി ചോർന്നു എന്നത് ആ നടിയുടെ പരാതിയാണ്, ഞങ്ങളുടേതല്ല. ആ പരാതി ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ആ പരാതി ഞാൻ കേട്ടു നമ്മുടെ മാധ്യമത്തോട് പറഞ്ഞതാണ്. അത് മാറും, ഞാൻ മാറും. ഞാനത് വിൻസിയോട് പറഞ്ഞു. ആ ചാനൽ പറഞ്ഞ ചാനലിൽ ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് വിൻസിയെ. അത് ആ ചാനലിൽ അവർ പറഞ്ഞ ചാനലുകാരെ സംസാരിച്ചതിന്റെ എല്ലാ കാര്യവും ഞാൻ വിൻസിക്ക് കൊടുത്തിട്ടുണ്ട്. വിൻസിക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് അത് മനസ്സിലായിട്ടുണ്ട്. ഞാനായിട്ട് പിൻവലിക്കാതിരിക്കാതെ വിൻസിയുടെ ആഗ്രഹമാണ്. വിൻസി പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരെ സംഘടനാപരമായ നടപടിയെടുക്കാൻ ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റി കൂടുന്നുണ്ട്. വിൻസിക്ക് തീരുമാനിക്കാം. ഇത് തന്നെയാണ് പ്രശ്നം. പരാതി എഴുതി തരാതെ ഞങ്ങൾ ഇടപെടില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണ്? ഒരാൾ ഒരു പരാതി പറയുമ്പോൾ, വാക്കാൽ പറഞ്ഞ പരാതിയുമേൽ നമ്മൾ നടപടിക്ക് ശ്രമിക്കുമ്പോൾ പിന്നീട് ആരും ആയിക്കോട്ടെ ഒരാൾ പിന്മാറിയാൽ നമ്മൾ ഇളിഭ്യരാകും. ഇവിടെ വിൻസി വളരെ ആത്മാർത്ഥത്തോടെ തന്നെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്, ഫിലിം ചേംബറിന് 3 സംഘടനകൾക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. അതിൽ അവർ പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നത് അതായത് മറ്റു 2 സംഘടനകൾക്കും കൊടുത്ത പരാതിയെക്കുറിച്ച് അവർക്ക് ഒരു പരാതിയുമില്ല. അവർ പരാതി ഉന്നയിക്കുന്നത് ഫിലിം ചേംബറിന് നൽകിയ പരാതിയെക്കുറിച്ച് മാത്രമാണ്. അതെന്തുകൊണ്ടാകും അങ്ങനെ പറയുന്നത്? സജി നന്ദിയാട്ട് തന്റെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി തന്നെ കരുവാക്കുകയായിരുന്നു എന്ന് പറയുകയാണ്. എനിക്ക് എന്താണ് വ്യക്തി താല്പര്യക്കാരത്തിൽ? എനിക്ക് വിൻസിയായിട്ട് യാതൊരു പരിചയമില്ല. 2 ഷൈൻ ടോം ചാക്കോയായിട്ട് യാതൊരു പരിചയമില്ല. ഞാൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് എതിരായിട്ടല്ലേ സംസാരിച്ചത്. നിങ്ങൾ മനസ്സിലാക്കൂ. എനിക്ക് എന്താണ് അതാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ തന്നെ കരുവാക്കുകയായിരുന്നു. ഇതാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ തന്നെ കരുവാക്കുകയെന്നു. തനിക്ക് ഈ പേര് നേരത്തെ പറയാമായിരുന്നു. പക്ഷേ ആ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടൊക്കെ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ പറഞ്ഞു പോയാൽ എനിക്ക് രോഷം കൊള്ളും. കാരണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ. ഈ പരാതി ഞങ്ങളാരും പറഞ്ഞ പരാതിയല്ലല്ലോ. ഇത് ഞങ്ങളാണോ പത്രത്തിലൂടെ പറഞ്ഞത്, മാധ്യമങ്ങളിലൂടെ പറഞ്ഞത്? വിൻസി പറഞ്ഞിട്ടല്ലേ ഇത് മാധ്യമ ശ്രദ്ധ വന്നത്. ഞങ്ങളാരും പറഞ്ഞിട്ടാണോ വിൻസി പറഞ്ഞത്? എന്റെ വാദമല്ല, ഇത് വിൻസി പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. അത് വിൻസിയുടെ തെറ്റിദ്ധാരണ, അത് മാറും.